ഒരു അധ്യാപകൻ എന്ന നിലയിൽ സാറിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. നമ്മൾ ഈ കലാംജിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞാനും ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓൺട്രപ്രണറാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, പിന്നെ റൈറ്ററാണ് എന്നൊക്കെ പറയാമെങ്കിലും എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയിട്ടുള്ള സംഭവം ഞാനൊരു പ്രൊഫസറാണെന്ന് പറയുമ്പോഴാണ്. കാരണം ഈവൻ നമ്മുടെ ഫാമിലിയുമായിട്ട് പോകുമ്പോൾ പോലും ഒരു സ്ഥലത്ത് കണ്ടാൽ കുറച്ച് കുട്ടികൾ ഓടി വന്നിട്ട്, സാർ എന്നെ ഓർമ്മയുണ്ടോ, ഞാൻ ഇന്ന ആളാണ്, ഞാൻ സാർ ഇന്ന ബാച്ചിനെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന കോളേജിൽ എന്ന് പറയുമ്പോൾ, ഓക്കെ മോനെ എനിക്കറിയാം നിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആ ഒരു റാപ്പ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോയിട്ട് കുടുങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫോൺ നോക്കിയിട്ട് വിളിക്കുകയാണ്, ഒരു കുട്ടി വിളിക്കുക, ഞാൻ അവിടെ പെട്ടുപോയിട്ടുണ്ട്, കാർ റിപ്പയർ ആയിട്ടുണ്ടായിരുന്നു, സഹായിക്കാൻ പറ്റുമ്പോൾ അവനവൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമുക്കൊരു വലിയൊരു വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ ഇങ്ങനെ കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. അത് നമുക്ക് മാത്രം കിട്ടുന്ന ഒരു ഇതാണ്. കാരണം പല കുട്ടികളുടെയും ഭാവി ഷേപ്പ് ചെയ്യാൻ അവർക്കൊരു വഴി കാണിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ഈ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഭയങ്കര വിഷമമായിരിക്കും, ഇയാൾ എന്തൊരു കടുപ്പക്കാരനാണെന്നൊക്കെ പറയും. കാരണം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അല്ലാതെ തമാശയും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുമെങ്കിലും ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല. ഞാൻ കുട്ടികളോട് വരും, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു പരമാവധി ഒരു 20 മിനിറ്റൊക്കെ ഒരു ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു 1 hour ക്ലാസ് ടൈം എന്ന് വിചാരിക്കുക. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റ് ക്ലാസ് എടുക്കും. ചെന്ന പാടെ ക്ലാസ് തുടങ്ങരുത് കേട്ടോ, എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളൊരു ക്ലാസ് ചെന്ന പാടനെ ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സാറുണ്ടായിരുന്നു. ആ സാറ് ക്ലാസ്സിൽ വരുന്ന എങ്ങനെ അറിയോ, ഡോർ താണ്ടുമ്പോഴുണ്ടാവും. സോ ദ മാത്തമാറ്റിക്സ് ഈസ് ദ സിലബസ് ഓഫ് അങ്ങനെ കയറി വരിക. ആൾ വന്നു നമ്മൾ മനസ്സിലാക്കി പറ്റുന്നെങ്കിൽ പുള്ളി കയറി വരുമ്പോഴേ നമ്മൾ മനസ്സിലാക്കും, സാധനം വരുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കും. പിന്നെ അടുത്ത സാറ് വന്ന് ഡോറിന് തലക്കൊന്ന് നിന്നാലേ മുമ്പിൽ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുള്ളൂ. അത്രയും നേരം കണ്ടിന്യൂസ്ലി പഠിപ്പിച്ചുകൊണ്ടേയിരുന്ന സാറാണ്. അതൊന്നും ചെയ്യരുത്. ക്ലാസ്സിൽ ചെന്ന പാട് കുട്ടികളുമായിട്ടൊന്നും ചിരിച്ചുകൊണ്ട് കയറിച്ചില്ല, കയ്യിൽ വടിയും പിടിച്ചുകൊണ്ട് ടിപ്പു സുൽത്താൻ വാളും പിടിച്ചു പോണ പോലെ ഒന്നും പോകരുത്. ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറിച്ചില്ല, വളരെ പ്ലസൻ്റ് ആയിരിക്കുക. കുട്ടികളോട് ആദ്യം എന്തെങ്കിലുമൊക്കെ ഒരു കുശലവാക്കുകളൊക്കെ സംസാരിക്കുക. അതിനും ചില കാര്യങ്ങളൊക്കെ കേട്ടോ. നജമുദ്ദീൻ സാറ് കുശലം പരമായിട്ടുണ്ട്, എന്തൊക്കെയാണ് ലൈനൊക്കെ എന്തായി, സെറ്റായ, ഇതൊന്നല്ല ചോദിക്കേണ്ടത്. പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചോദിക്കുക. എന്താണ് നിൻ്റെ ബർത്ത്ഡേ ആഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, സിസ്റ്ററുടെ മാരേജ് എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനത്തെയൊക്കെ. വി ആർ ഫ്രണ്ട്സ്, വി ആർ നോട്ട് ഡിക്റ്റേറ്റേഴ്സ്. ടീച്ചർ എന്ന് പറയുന്നത് ഒരു സർവാധികാരിയല്ല, എല്ലാവരും പേടിപ്പിച്ച് നിർത്തുന്ന ഒരാളല്ല. നിങ്ങൾ എത്രത്തോളം കുട്ടികളുമായിട്ട് ക്ലോസ് ആവുന്നു അത്രത്തോളം അവരുടെ ഉള്ളിലെ എല്ലാ വിഷമങ്ങളും തുറന്നു പറയാനുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് തോന്നും. അത് നിങ്ങൾ അവരെ കൊണ്ട് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കണം, ഒരു ഫ്രണ്ടിനെ പോലെ പെരുമാറുക. പക്ഷെ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് നിങ്ങൾക്ക് കറക്റ്റ് അറിയേണ്ടത് എവിടെയാന്നുള്ളത് മനസ്സിലായല്ലോ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു 5 മിനിറ്റ് കുശല സംസാരമൊക്കെ കഴിഞ്ഞ ശേഷം പതുക്കെ ക്ലാസ്സിലേക്ക് കിടക്കുക, ക്ലാസ് എടുത്ത് തുടങ്ങുക. ഇപ്പോൾ പറയാം, ഓക്കെ അപ്പോൾ നമ്മുടെ കാഷ്വൽ ടോക്കൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാമെന്ന് പറയും. എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറയുകയാണ്, ഓക്കെ അപ്പോൾ ഞാൻ ഈ ആദ്യമേ കുറച്ച് സമയം ഫ്രീഡം കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് അറിയാം, ഓക്കെ സാറ് ഒരു കടുപ്പക്കാരനല്ല. നിങ്ങൾ കടുപ്പക്കാരനാണെങ്കിൽ ഒരു മനഃപൂർവ്വം ക്ലാസ്സിൽ പ്രശ്നം ഉണ്ടാക്കും, നിങ്ങളെ ചൂടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒന്ന് അയഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യില്ല, പ്രശ്നമില്ല. ഓക്കെ അപ്പോൾ നമ്മൾ തമാശ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ക്ലാസ് കിടക്കാം. 20 മിനിറ്റ്സ് ഞാൻ ക്ലാസ് എടുക്കും കണ്ടിന്യൂസ് ആയിട്ട്. ആ 20 മിനിറ്റ്സ് വേറെ വിഷയങ്ങളൊന്നും സംസാരിക്കില്ല, ക്ലാസ്സിലേക്ക് മാത്രം കുട്ടികളെ ശ്രദ്ധ. കാരണം കുട്ടികൾക്ക് അറിയാം സാറ് നമുക്ക് സംസാരിക്കാൻ വേറെ അവസരം തരുന്നുള്ള അവർക്കറിയാം. 20 മിനിറ്റ് ഞാൻ വീണ്ടും ക്ലാസ് നിർത്തും. ഓക്കെ എന്തൊക്കെയാണ്ടാ, പുതിയ ഫിലിം കണ്ടോ, എങ്ങനെയുണ്ട്, നന്നായിണ്ട പടം, ഇഷ്ടമായോ, അങ്ങനെ ആ ഡിസ്കഷൻ. അല്ലെങ്കിൽ ഇന്നത്തെ കളി കണ്ടോ, വേൾഡ് കപ്പ് എങ്ങനെയുണ്ടായിരുന്നു, അർജന്റീന കളി എങ്ങനെയുണ്ടായിരുന്നു, ഈ ചോദ്യങ്ങൾ. അല്ല പുതിയ ടയോട്ടൻ്റെ പുതിയ കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിരുന്നാലും വാങ്ങിയിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ഇങ്ങനെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ സംസാരിക്കുമ്പോൾ ടോപ്പിക്ക് വഴി മാറും. കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഈ കണ്ടിന്യൂസ് ആയിട്ട് 20 മിനിറ്റ് ക്ലാസ് കേട്ടിട്ട് ആ ഫേറ്റിക്ക് അവിടെ മാറി കിട്ടും, മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും. ഓക്കെ, ആ മൈൻഡ് ഫ്രഷായി കുട്ടികളൊന്ന് കൂളായി, മൈൻഡൊക്കെ ഒന്ന് കൂളായി വന്ന സമയത്ത് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് തരാം, ഓക്കെ സാർ എന്ന് പറയും. നിങ്ങൾ ആ അവസരം കൊടുക്കാതെ നിങ്ങൾ കണ്ടിന്യൂസ്ലി ക്ലാസ് എടുക്കുമ്പോഴാണ് കുട്ടികൾ അടുത്ത ചെയ്ത് പോയിട്ട് ടീച്ചർ സാരിയൊക്കെ ഒരു രസമല്ലേ അതിനെ കൊണ്ട് സംസാരമൊക്കെ വരുന്നത് അപ്പോഴാണ്. നേരെ മറിച്ച് നിങ്ങളുടെ ഉദ്ദേശം എന്താവരുത്, സിലബസ് തീർക്കുക എന്നുള്ളതാവരുത്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ആരാണ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്, സോറി നമ്മൾ പോട്ടെ നമ്മുടെ ടീച്ചേഴ്സ് ഡേ നമ്മൾ ആർക്കായിട്ടാണ് ആഘോഷിക്കുന്നത്, സർവേപ്പള്ളി രാധാകൃഷ്ണൻ സാർ. സർവേപ്പള്ളി രാധാകൃഷ്ണൻ സാറിൻ്റെ ഓഫീസിലേക്ക് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകൻ കയറി വന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ സാറിനോട് സോറി പറയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. എന്താ മോനെ എന്താ കാര്യം എന്ന് ചോദിച്ചു. സാറിനോട് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ആ വാക്ക് എനിക്ക് നിറവേറ്റാൻ പറ്റിയില്ല. എന്തായിരുന്നു ആ വാക്ക് എന്ന് ചോദിച്ചു. സാറിനോട് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ സിലബസ് കവർ ചെയ്തോളാം എന്ന് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു.
ആ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ എൻ്റെ കുറ്റബോധം കൊണ്ട് ഞാൻ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു സാർ എന്ന് പറയുന്നത്. എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തപ്പോൾ സർവേ പ്ലാൻ വാങ്ങി എൻ്റെ മേശപ്പുറത്തിട്ട് പറഞ്ഞു, സഹോദര, ഒരു നല്ല അധ്യാപകൻ്റെ ജോലി സിലബസ് കവർ ചെയ്യലല്ല, സിലബസ് അൺകവർ ചെയ്യലാണ്. സിലബസിനെ കവർ ചെയ്യുന്ന ഇങ്ങനെ പോലല്ല നമ്മുടെ ജോലി. ആ സിലബസിനെ അൺകവർ ചെയ്യുക, അനാവരണം ചെയ്യുക, അൺബോക്സിങ് ചെയ്യുക, അല്ലേ? ഒരു ആശയത്തിനെ അത് എന്താണ് ഗാന്ധിജി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി ചോദിക്കാണ്, ഗാന്ധിജി എന്താ മേഡം അങ്ങനെ പറഞ്ഞത്? പറയും, അത് അയാളല്ലേ പറഞ്ഞു, അയാളുടെ പോയി ചോദിക്കും, എന്നോട് ചോദിക്കുക. ഇതല്ല രീതി. നേരെ മറിച്ച് എന്ത് വേണം? ഗാന്ധിജി പറഞ്ഞ ഉദ്ദേശം ഇന്നതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അനുമാനത്തിൽ ഇങ്ങനെ ആയിരിക്കാം ഗാന്ധിജി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കമ്മ്യൂണിക്കേറ്റ്. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളും ഞാനും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളും തമ്മിലൊരു റാപ്പോ ഉണ്ടാവുള്ളൂ. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞത് ഫോഴ്സ്ഫുള്ളി കിട്ടുന്ന ഒരു സംഭവമല്ല. നമ്മൾ വി ഹാവ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. ഇപ്പം നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആവുക, അതിനൊരു ലിമിറ്റ് വെക്കുക, ആ പരിധി വിട്ട് പോകാൻ നമ്മളും പോവാതിരിക്കുക, അവരും ഇങ്ങോട്ട് വരാൻ അനുവദിക്കാതിരിക്കുക. എല്ലാം ബാലൻസിങ് തന്നെ പറഞ്ഞാൽ ബാലൻസിങ് നിങ്ങൾ കറക്റ്റ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങളുടെ ജോലി എന്ത് ചെയ്തത്? സിലബസിനെ വെറുതെ കവർ ചെയ്ത് പോകുന്നല്ല, സിലബസിനെ അൺകവർ ചെയ്യുക, അവരുടെ മനസ്സിനെ റാപ്പ് ചെയ്യുക. പ്രത്യേകം ഞാൻ ഇനി പറയാൻ പോണ വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പറയാൻ വേണ്ടി പോണ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ ഉപദേശമാണ് നിങ്ങൾക്ക്. അത് നിങ്ങൾ പേപ്പറിലൊന്നും എഴുതണ്ട, ഹൃദയത്തിൽ എഴുതി വെക്കണം. ഫസ്റ്റ്, ഡോണ്ട് ടീച്ച്, ഹെൽപ്പ് ദം ടു ലേൺ. നിങ്ങൾ പഠിപ്പിക്കണ്ട, നിങ്ങൾ പഠിപ്പിക്കണ്ട, പഠിക്കാൻ സഹായിച്ചാൽ മതി, അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ മതി. അടുത്ത കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഫസ്റ്റ് തിങ്, ഡോണ്ട് ടീച്ച്, ഹെൽപ്പ് ദം ടു ലേൺ. അടുത്ത കാര്യം, ഡോണ്ട് equip them to write answers but equip them to ask questions. ഉത്തരം എഴുതാനല്ല നിങ്ങൾ അവരെ പഠിപ്പിക്കേണ്ടത്, ചോദ്യങ്ങൾ ചോദിക്കുക. ഒരു കുട്ടി ചോദിക്കുമ്പോഴത്തേക്കും അതൊന്നും സിലബസിലില്ല, പടാ ഉണ്ടാ എന്ന് പറയലല്ല. അറിയോങ്കിൽ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മോനെ എനിക്ക് അറിയില്ല, എനിക്ക് സമയം തന്നാൽ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞുതരാം. ഒരിക്കലും തെറ്റായ ആൻസർ കൊടുക്കാൻ പാടില്ല. ഇവന് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞവൻ ഏറ്റവും എന്ത് വിചാരിക്കും? അതുകൊണ്ട് തെറ്റായ ആൻസറും പറയാൻ പാടില്ല. കാരണം കുട്ടികൾ നമ്മളെക്കാളും ഷാർപ്പാണ്. ഇന്ന് അവരുടെ വിരൽത്തുമ്പിലുണ്ട് എല്ലാ സംഭവം. ചാറ്റ് GPT എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവവും അവരുടെ വിരൽത്തുമ്പിലുണ്ട്. ഈ വിരൽത്തുമ്പിലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, നമ്മളെ കുഴക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കും. നമ്മളൊക്കെ ചാറ്റ് GPT ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിക്കുക. ഓക്കെ, അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി മാത്രമല്ല ചാറ്റ് GPT ഉപയോഗിക്കേണ്ടത്, വേറെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ അസൈൻമെൻറ്റൊക്കെ ഉപയോഗിക്കുക. ഒരുപാട് സംഭവങ്ങൾ ഇന്ന് AI ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞു, ഡോണ്ട് ടീച്ച് ദം ബട്ട് ഹെൽപ്പ് ദം ടു ലേൺ. നെക്സ്റ്റ്, ഡോണ്ട് എക്വിപ്പ് ദം ടു റൈറ്റ് ആൻസേഴ്സ് ബട്ട് എക്വിപ്പ് ദം ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അവരെ ചോദ്യങ്ങൾ ചോദിക്കാനാണ് നിങ്ങൾ പ്രചോദിപ്പിക്കേണ്ടത്, അല്ലാണ്ട് ഉത്തരം പറയാനല്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞ സംഭവം, ഡോണ്ട് കവർ ദ സിലബസ് ബട്ട് അൺകവർ ദ സിലബസ്. നിങ്ങൾ ക്ലാസ് എടുക്കുന്ന വിധത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. അതായത് നിങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വാചകം ഇങ്ങനെ അതേപടി ഇങ്ങനെ ക്ലാസ്സിൽ ഒപ്പിച്ച് പോയിട്ട് കുട്ടികൾക്ക് മനസ്സിലായില്ലേ എന്ന് പോലും പറയാതെ അത് വിട്ടുകളഞ്ഞാൽ ഓക്കെ ഞാൻ സിലബസ് കവർ ചെയ്തിട്ടുണ്ട് എന്നായി. കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതൊരു വിഷയമല്ല. നേരെ മറിച്ച് ആ ഒരു പോർഷൻ ആ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം നിങ്ങളെ ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഒരു ഗെയിം ആക്ടിവിറ്റി, ഇപ്പോൾ ഗെയിമിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ് എടുക്കുന്നതിന് ഗെയിംസിലൂടെ കാര്യം പഠിപ്പിക്കുക. മനസ്സിലായോ? ഗെയിംസിലൂടെ ഒരു കാര്യം പഠിപ്പിക്കുക എന്നുള്ളത് ഒരു പുതിയ ഒരു ശൈലിയാണ്. അതിൽ നിന്ന് കുട്ടികൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കറിയോ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരാളുടെ ലിസണിങ് സ്പാൻ എന്ന് പറഞ്ഞാൽ 50 മിനിറ്റ് ആയിരുന്നു. അതുകൊണ്ടായിരുന്നു അന്നൊക്കെ ഒരു ക്ലാസ്സിൻ്റെ അവർ എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 50 മിനിറ്റാണ് ഒരു ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ. പിന്നെ അത് 20 മിനിറ്റായി ചുരുങ്ങി. ഇന്ന് അത് ചുരുങ്ങി പിന്നെ അത് 9 സെക്കൻഡായി. ഇന്നിപ്പോൾ ഒരു 6 മാസം മുമ്പ് യൂട്യൂബ് പുറത്തുവിട്ടൊരു കണക്ക് പ്രകാരം ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ, നിങ്ങളൊക്കെ ഇനി പഠിപ്പിക്കാൻ പോണ കുട്ടികളുടെ ലിസണിങ് സ്പാൻ, അതായത് ഒരു ക്ലാസ്സോ മറ്റോ ഒരു കേട്ടിരിക്കുന്ന ഒരു ലിസണിങ് സ്പാൻ എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? 3 സെക്കൻഡാണ്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? നമ്മുടെ ഈ റീൽസ് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഈ റീൽസാണ് പ്രശ്നം. ഈ റീൽസ് പോലും അതിന് മുഴുവൻ കാണുന്നുണ്ടോ? 2.5 മണിക്കൂറുള്ള ഒരു സിനിമ
അരമണിക്കൂർ കൊണ്ട് റഷ് ചെയ്ത് കാണുന്ന തലമുറയാണ് നമ്മുടെ തലമുറ അല്ലേ? ഇപ്പോൾ ഈ വെർട്ടിക്കൽ വീഡിയോ ഇതിന് പോപ്പുലർ ആയത്. പണ്ടൊക്കെ എങ്ങനെയാണ് വീഡിയോ ഉണ്ടായിരുന്നത്? വീഡിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഫോണിൽ നിന്ന് ചെരിച്ച് പിടിക്കണം, അപ്പോൾ അത് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. ഇതിൽ ഈ ഒരു 2-3 വർഷമായിട്ടാണ് ഇപ്പോൾ എന്ത് സംഭവിച്ചത്? ഈ വെർട്ടിക്കൽ വീഡിയോ എന്നുള്ള സംഭവം പോപ്പുലർ ആയത്. എന്തുകൊണ്ടാണെന്നറിയോ? പുതിയ തലമുറയ്ക്ക് ഈ ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടാണ്, വയ്യ. ഈ ഫോണൊന്ന് ഇങ്ങനെ പിടിക്കാൻ കുട്ടികൾക്ക് വയ്യ, അതിന് മടിയാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ആ വീഡിയോ കാണാതെ സ്കിപ്പ് അടിച്ച് പോകും. ആ സ്കിപ്പിംഗ് ചെയ്ത് പോകുന്നത് ഒഴിവാക്കാതിരിക്കാനും അതിൻ്റെ വീഡിയോ വ്യൂസ് കിട്ടാനും വേണ്ടി എന്ത് ചെയ്തത്? പുതിയൊരു ടെക്നിക്ക് വന്നത് എന്ത്? വെർട്ടിക്കൽ വീഡിയോ എന്നുള്ള ടെക്നിക്ക് വന്നത്. അപ്പോൾ ഓരോ തലമുറ കഴിയും തോറും കുട്ടികളുടെ ലിസണിങ് സ്പാൻ കുറയാണ്, അവരുടെ ഡൈവേർഷൻ, ശ്രദ്ധ വേറെ വഴിക്ക് തിരിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഉദ്ദേശം എന്തായിരിക്കണം? എങ്ങനെ കുട്ടികളുടെ അറ്റൻഷൻ നിലനിർത്തുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഉദ്ദേശം. എങ്ങനെ അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാം എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകണം. അല്ലെങ്കിൽ നിങ്ങൾ പേരിനൊരു ടീച്ചറായിരിക്കും, പേരെടുത്ത ടീച്ചറാകാൻ പറ്റില്ല. മനസ്സിലായല്ലോ? ഒരു ടീച്ചർ വിചാരിച്ചാൽ ഒരാളുടെ തലവര മാറ്റാൻ പറ്റും. നമ്മുടെയൊക്കെ തലവര എഴുതുന്ന ആരാണ്? പടച്ചവനല്ലേ, ദൈവമല്ലേ. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ആ ഒരു തലവര എഴുതാനുള്ള കർത്തവ്യം കൊടുത്തിട്ടുള്ളത് ദൈവം ആരാന്നല്ല. കാരണം ദൈവത്തിന് ഇപ്പോൾ ഇത്രയും ആൾക്കാരുടെ, ലോകത്തുള്ള കോടിക്കണക്കിന് ആൾക്കാരുടെ തലയിൽ പോയിട്ട് എഴുതാനുള്ള സമയമില്ല. ആ എഴുതാനുള്ള തൂലിക ദൈവം കൊടുത്തേൽപ്പിച്ചിരുന്നത് നമ്മളെ പോലത്തെ ടീച്ചേഴ്സിൻ്റെ അടുത്താണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാം. ഓരോ കുട്ടിയുടെ ഉള്ളിലുള്ള ഹിഡൻ ടാലൻറ്റ് കണ്ടെത്തിയിട്ട് നിങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, പ്രചോദിപ്പിക്കുക, അതിന് പരമാവധി വളർത്തിക്കൊണ്ടിരാൻ ശ്രമിക്കുക. ലോകത്ത് കഴിവില്ലാത്ത കുട്ടികളായിട്ട് ആരും ജനിക്കുന്നില്ല. എല്ലാവരുടെ ഉള്ളിൽ ഒരു ഹിഡൻ ക്യാപ്പബിലിറ്റി ഉണ്ടാവും. അത് കണ്ടെത്തി തോണ്ടി പുറത്തെടുത്തിട്ട് അവനോട് നിങ്ങൾ യു ഹാവ് ടു മേക്ക് ഹിം എ റൈറ്റ് പേഴ്സൺ. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ വിദ്യാർത്ഥിയും ഒരു റോ സ്റ്റോൺ പോലെയാണ് ഉണ്ടാവുക, കല്ല് പോലെയാണ് അവരുണ്ടാവുക. ആ കല്ലിൻ്റെ ഉള്ളിലുള്ള ശില്പത്തിനെ കണ്ടെത്തിയിട്ട് ആ ശില്പത്തെ പുറത്തെടുക്കുന്ന ശില്പികളാവണം നിങ്ങൾ ഓരോ അധ്യാപകരും. ഇന്ന് എന്നെ ഏതെങ്കിലും കുട്ടികൾ സ്നേഹിക്കുകയും എന്നെ റെസ്പെക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പഠനത്തിനേക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. അവരുടെ കഴിവുകളെ പുറത്തെടുക്കാനുള്ള സംഭവങ്ങൾ ചെയ്യുമായിരുന്നു. സോ കീപ്പ് ഇറ്റ് അപ്പ്. ഇത്ര വലിയ ലെസൺ ആക്കി എടുക്കുക. കുറേ പുസ്തകങ്ങൾ വായിച്ചു കൊടുത്ത് എന്തൊക്കെയോ പഠിപ്പിച്ചു കൊടുത്ത് പോകുന്നതല്ല നമ്മുടെ കർത്തവ്യം. നമ്മുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കുട്ടിയുടെയും, അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ടീച്ചർ വിചാരിച്ചാൽ ഒരു വിദ്യാർത്ഥിയെ പോലീസുമാക്കാം, കള്ളനുമാക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ള ആ ഒരു മാന്ത്രിക ദണ്ട് നിങ്ങൾ ഔചിത്യപൂർവ്വം ഉപയോഗിക്കുക. ഓക്കെ.